മെയ് 24 പെന്തക്കോസ്ത് ഞായറാഴ്ച. ഇന്ന് തിരുസഭ പെന്തക്കോസ്ത് ഞായറാഴ്ച ആഘോഷിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ മഹത്തായ തിരുനാൾ, സഭയുടെ ജന്മദിനം, ദിവ്യസ്നേഹത്താൽ ജ്വലിപ്പിക്കപ്പെട്ട ഒരു ജനത എന്ന നിലയിൽ നമ്മുടെ ദൗത്യത്തിൻ്റെ തുടക്കം. ഉഗ്രമായ ഒരു കാറ്റിൻ്റെ പ്രവാഹം പോലെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരുടെ മേൽ വന്നപ്പോൾ അവരുടെ തലയിൽ തീനാളങ്ങൾ പോലുള്ള നാവുകൾ നൃത്തം ചെയ്തു. എല്ലാ ജനങ്ങളിൽ നിന്നുമുള്ള ആളുകൾ അപ്പോസ്തലന്മാർ സ്വന്തം ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ടു. 3000-ലധികം പേർ ക്രിസ്തുവിലേക്ക് അന്ന് സ്നാനമേറ്റു. വീണ്ടും കേൾക്കാൻ അത്ഭുതകരമായ ഒരു കഥയാണിത്, അല്ലേ? പെന്തക്കോസ്ത് തിരുനാളിൻ്റെ അത്ഭുതം. എന്നാൽ ഇന്ന് കാറ്റും തീയും എവിടെയാണ്? ആ ആദ്യത്തെ പെന്തക്കോസ്തയുടെ ആവേശം എവിടെയാണ്? നാം ചോദിക്കേണ്ട ഏറ്റവും നല്ല ചോദ്യം ഇതാണ്: ഇന്ന് പരിശുദ്ധാത്മാവ് എവിടെയാണ്? പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പമുണ്ട്, വളരെ അത്ഭുതകരവും ശക്തവുമായ രീതിയിൽ. ആ വഴികളിലെ 3 ഞാൻ പങ്കുവയ്ക്കട്ടെ. ഒന്നാമതായി, പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മിലേക്ക് വരുന്നത് വിശുദ്ധ വചനത്തിലൂടെയാണ്. ദൈവികമായി പ്രചോദിതവും വിശ്വാസമുണ്ടാക്കുന്നതും ജീവിതത്തെ മാറ്റിമറിക്കുന്നതുമായ ദൈവത്തിൻ്റെ വചനം ആ ആദ്യ പെന്തക്കോസ്തയിലേക്ക് പോകുന്ന എല്ലാ ക്രിസ്ത്യാനികളുമായും ബന്ധിപ്പിക്കുകയും അതിൻ്റെ ഓരോ വാക്കും പ്രചോദിപ്പിക്കുകയും നയിച്ച ദൈവവുമായി വചനം നമ്മെ ബന്ധിപ്പിക്കുന്നു. പെന്തക്കോസ്ത് ദിനത്തിലെ അത്ഭുതം തുടരുകയാണ്. ഇവിടെയും ലോകമെമ്പാടും പ്രഖ്യാപിക്കപ്പെട്ട ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ശ്രോതാക്കളുടെ ഹൃദയങ്ങളിലേക്ക് പകരുന്നത് തുടരുന്നു. നമ്മുടെ ദൈവത്തിൽ വിശ്വാസവും അത് ഉളവാക്കുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരുന്ന രണ്ടാമത്തെ മാർഗം ഒരുമിച്ച് കൂടുന്ന സഭയിലൂടെയാണ്. ഇന്ന് നാം ഇവിടെ ആയിരിക്കുന്നതിൻ്റെ കാരണം പരിശുദ്ധാത്മാവാണ്. ലോകമെമ്പാടും നൂറ്റാണ്ടുകളായി ചെയ്തതുപോലെ പരിശുദ്ധാത്മാവ് നമ്മെ ഇവിടെ വിളിച്ചുകൂട്ടി. പരിശുദ്ധാത്മാവ് നമ്മെ ഒരുമിച്ച് കൊണ്ടുവരികയും വൈവിധ്യമാർന്ന ദാനങ്ങൾ നൽകുകയും ചെയ്യുന്നു, എല്ലാം പൊതു നന്മയ്ക്കായി. പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരുന്ന മറ്റൊരു വഴിയുണ്ട്. അത് വിശുദ്ധ കൂദാശകളിലൂടെയാണ്. ആദ്യ പെന്തക്കോസ്ത് ദിനം പത്രോസ് തൻ്റെ പ്രസംഗം പൂർത്തിയാക്കിയപ്പോൾ അത് കേട്ടവർ അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്തു ചെയ്യണം? പത്രോസ് മറുപടി പറഞ്ഞു, മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. കാറ്റിലൂടെയും തീയിലൂടെയുമല്ല, വിശുദ്ധ സ്നാനത്തിലൂടെയാണ് അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനം ലഭിക്കുന്നത്. നമുക്കും ആദ്യം പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം ലഭിച്ചത് സ്നാനത്തിലൂടെയാണ്. പത്രോസിന്റെ പ്രസംഗം കേട്ടോ സ്നാനമേറ്റ ഉടനെ എന്താണ് ചെയ്തത്? അടുത്ത വാക്യം പറയുന്നു, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിനും കൂട്ടായ്മയ്ക്കും അപ്പം മുറിക്കലിനും പ്രാർത്ഥനയ്ക്കും വേണ്ടി ഒരുമിച്ച് കൂടി എന്ന്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, വചനം കേൾക്കാനും വിശുദ്ധ കുർബാന ആഘോഷിക്കാനും അവർ ഒരു സമൂഹമായി ഒത്തുകൂടി. പെന്തക്കോസ്തയുടെ അത്ഭുതം സഭയിൽ ആസ്വദിക്കപ്പെടുകയും സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്യുന്നത് അങ്ങനെയാണ്. അന്നും ഇന്നും യേശുവിൻ്റെ നാമത്തിൽ നാം ഒത്തുകൂടുമ്പോൾ നമ്മുടെ ജ്ഞാനസ്നാനത്തെ ഓർക്കുക, അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലിനും നമ്മെ തന്നെ സമർപ്പിക്കുക, അപ്പം മുറിക്കലിനും പ്രാർത്ഥനകൾക്കും വേണ്ടി. പരിശുദ്ധാത്മാവിൻ്റെ ഉദ്ദേശ്യം
ദാനമാണെങ്കിൽ അതിൻ്റെ ഫലം എല്ലാ ജനതകളുമായും സുവിശേഷത്തിൻ്റെ സന്ദേശം പങ്കിടുക എന്നതാണ്. പെന്തക്കോസ്ത് അത്ഭുതത്തിന് തൊട്ടു മുമ്പ് യേശു പറഞ്ഞത് ഇതാണ്: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. നിങ്ങൾ ജെറുസലേമിലും യഹൂദയിലും ശമരിയായിലും ഭൂമിയുടെ അറ്റം വരെയും എൻ്റെ സാക്ഷികളായിരിക്കും. അപ്പോൾ നമ്മൾ സ്നാനമേറ്റിട്ടുണ്ടെങ്കിൽ, ദൈവവചനം കേട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയാണെങ്കിൽ, എനിക്ക് നിങ്ങൾക്കായൊരു വാർത്തയുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നു. ഭൂമിയുടെ അറ്റം വരെ പോലും നമ്മുടെ കർത്താവിൻ്റെ സാക്ഷികളാകാൻ ആവശ്യമായ ശക്തി നമുക്ക് ലഭിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നും എന്നേക്കും മുഴുവൻ ക്രിസ്തീയ സഭയെയും ഒരുമിച്ച് കൂട്ടുകയും പ്രകാശിപ്പിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ എക്കാലത്തെയും ആഹ്വാനത്തോട് നമുക്കും പ്രതികരിക്കാം. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.